ജോർദാർ, നീ എന്തിനാ ഡിറ്റക്റ്റീവിനെ പോലെ വേഷം മാറിയിരിക്കുന്നേ? അല്ല, നമുക്ക് സ്വീറ്റിയെ കണ്ടുപിടിക്കണ്ടേ? അതിന് ഞാൻ ഡിറ്റക്റ്റീവ് ആയാലും നടക്കൂ. എന്നിട്ട് കണ്ടുപിടിച്ചോ? അത് ഇല്ല, എനിക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. സ്വീറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ച് ഞാൻ ഈ ബോർഡ് കത്തിച്ചു കളയും. വേഗം സ്വീറ്റിയെ കണ്ടുപിടിക്കേ. ഈ പൂ ആ ചെടിയില്ലാതെ ജീവിക്കില്ല, അത് ചത്തുപോകും. നീ സ്വീറ്റിയെ പറ്റി ആശങ്കപ്പെടാതെ പൂവിനെ പറ്റി ഓർത്ത് ആശങ്കപ്പെടുന്നു. കിളിയാണ് യു ഫൂൾ. അവൻ അവളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ എന്തിനാ അവളെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നമ്മള് സ്വീറ്റി എവിടെയാ ഉള്ളതെന്ന് ഓർത്ത് പേടിക്കേണ്ട സമയമല്ലേ ഇത്? ഞാൻ വന്നില്ലേ, ഇനി ഞാൻ കണ്ടുപിടിക്കാം സ്വീറ്റി എവിടാണെന്ന്. നീ എന്തിനു കണ്ടെത്തണം? നിനക്കും അതിനും എന്ത് ബന്ധമുള്ളത്? ആർക്കാ ആ ബന്ധമുള്ളതോ അവര് കണ്ടെത്തട്ടെ. അതുകൊണ്ടാ ഞാൻ വന്ന. സ്വീറ്റി എനിക്കാ. ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേക്ക്. സ്വീറ്റി എന്റെ ഫ്രണ്ടാണ്. നീ ഈ കാര്യം മറന്നുപോയോ? ആരാ നിങ്ങള്? എന്നെ പോലെ തെറ്റ് ചെയ്തവർക്ക് ഇന്ന് ഞാൻ തരാൻ പോകുന്ന ശിക്ഷ ആരും മറക്കില്ലടാ. നീ എന്തിനാ തല്ലുന്നേ? നിന്റെ ഭാഗത്ത് നിന്ന് അടിച്ചതാ. ഇവനെ കൊണ്ട് സത്യം പറയിക്കാൻ ഇതാണ് നല്ല പണി. ആരാ നിങ്ങള്? നിങ്ങൾ എന്റെ ചിക്കൻ ഗ്രേവി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, ചിക്കൻ തന്നെയാണ്. ഇത് സ്വീറ്റി അല്ല. ബണി, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഇവിടെ ആകെ ഇരുട്ടാണല്ലോ. അണേ, നീ പേടിക്കണ്ട, ഇവിടെ എന്താ ഒരു വെളിച്ചം കാണും. നീ എന്ത് പറഞ്ഞാലും അത് സത്യമായി മാറുന്നു. പക്ഷെ ഇപ്പൊ ഒരു നല്ലത് നടന്നിട്ടുണ്ട്. ഖജനാവ് കിട്ടി. ഹബീബി, ഞാൻ പണക്കാരനായി. ഇനി എന്നെ കൊണ്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എണ്ണ വിറ്റ്. എന്താ ഇത്? അങ്ങേർക്ക് എണ്ണ വിറ്റോണ്ട് എല്ലാവർക്കും നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനായി ഖജനാവിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇതിനാണ് തലയെടുത്തെന്ന് പറയുന്നത്. ഖജാന കയ്യിൽ കിട്ടി, പിന്നെ മമ്മിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു. എനി ഡൗട്ട്? ഇതുവരെ നമ്മൾ മമ്മിയുടെ അടുത്ത് രക്ഷപ്പെട്ടില്ല. ഇങ്ങോട്ടും വരും. നീ വീണ്ടും അത് തന്നെ പറയുന്നോ? പണി, നിന്റെ വായിൽ ഒരു ടേപ്പ് പൊട്ടിക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ സത്യമായി മാറുന്നു. അനിയൻകുട്ടാ, നമ്മളിപ്പോ എങ്ങനെയാ രക്ഷപ്പെടുക? ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ജനല് പോലും ഇല്ല. എടാ, നീ ഒരു പൂച്ചയാ. അതിന് പൂച്ചയെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമാ. ഇത് സ്വീറ്റ് ഉപയോഗിക്കുന്ന മൈക്ക് തന്നെയാണ്. അല്ലല്ല, ഇത് കുറച്ചു കാലത്തിന് മുമ്പേ ആക്രി സാധനത്തിൽ കൂടെ കിട്ടിയാണ്. ഇത് വെച്ചാ ഞാൻ പാട്ട് പാടുന്നത്. നിനക്കറിയോ അത്? ഇവൻ നമ്മളെ വിഡ്ഢിയാക്കിയാണ്. ഇവനാണ് അത്തരം തേച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്, നിന്നെ പറ്റി ഞങ്ങൾക്ക് എല്ലാം അറിയാം. ചാലു ചാലോറേൻ എല്ലാം ഞങ്ങളോട് പറഞ്ഞു. അവളുടെ വർഷാപ്പിൽ നിന്ന് നിന്റെ അത്രവാസന മണത്താണ് ഇങ്ങോട്ട് വന്നത്. നീയാണ് സ്വീറ്റിയെ കടത്തിയിരിക്കുന്നത്. ആ അങ്കിള് നിങ്ങളെ പറ്റിച്ചത്. ആ അങ്കിള് വളരെ മോശമാണ്. സ്വീറ്റി അവ ഈ സമയത്ത് കൊന്നിരിക്കും. അവളെ നിങ്ങൾ മറന്നേക്ക്. അയ്യോ, ഞാൻ എങ്ങനെ അവളെ മറക്കാനാ? എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ചുണ്ണി. അയ്യോ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് അവന്റെ ബോസിനെ അവൻ രക്ഷിച്ചു. ഇല്ല ഇല്ല, എന്നെ കൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബൈ ബൈ പിള്ളേരെ.
ഈ കഥവ് തകർക്ക്. അയ്യോ, കുളിച്ചോണ്ടിരിക്കുമ്പോൾ ആരാ വെള്ളം നിർത്തിയത്? ഞാനാണ്. ഇന്ന് നീ വെള്ളമില്ലാതെ കുളിക്ക്. തോത്താറാം. ഓ, ഫു, ഫു. ഓ, ആ, ഫു, ഫു, ആ, കഴിയുന്നില്ല. ആരെങ്കിലും രക്ഷിക്ക്. ആ, അയ്യോ. ഞാൻ മരുന്ന് തേച്ച് തോത്താറാമിന്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതാ. അയ്യോ, ഇത് മരുന്നല്ല, മുളക് ചമ്മന്തിയാ. ആ, മുഖത്തില് ചമ്മന്തി വീണ് കഴിഞ്ഞാൽ അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ത്? അത് നമ്മൾ തുടച്ചെടുക്കണോ? അത്രേ ഉള്ളൂ. എനി ഡൗട്ട്? അയ്യോ, എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? അനിയ ബണ്ണി, നീ ഇവിടെ പടം എടുത്തോണ്ടിരിക്കാണോ? അതെ, ഞാൻ പ്രൊഡക്ഷൻ ഹെഡ്, ജോർദാർ കോസ്റ്റ്യൂം ഡിസൈനർ, കിറ്റിയാണ് ഹീറോയിൻ, പോപ്പറ്റ് ക്യാമറാമാൻ, പിന്നെ നമ്മുടെ ഹണി ഡയറക്ടർ. ഡയറക്ടർ. ഞങ്ങളൊരു ഹൊറർ ഫിലിം എടുക്കാൻ പോവാ. അതിന്റെ ഹീറോ പ്രേതമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹീറോനെ കിട്ടിയില്ല. എന്തൊരത്ഭുതം. ഞാനൊരു പ്രേതമാ, പക്ഷെ എന്റെ അകത്ത് ഒരു ഹീറോ ഉണ്ട്. നിങ്ങളുടെ തെരച്ചിൽ കഴിഞ്ഞു എനിക്ക് തോന്നുന്നത്. ആഹാ, ഓഹോ, ആഹാ. ഞങ്ങൾ എടുക്കുന്ന പീരിയഡ് ഫിലിം ഒന്നല്ല. നിനക്കൊന്നും അതിന് പറ്റില്ലെന്നേ. എന്നെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റില്ലെങ്കിലും ഞാൻ അതിനെ വിടത്തില്ല. എടോ, ക്യാരക്ടറിലേക്ക് വാ. 20 വർഷത്തിന് മുമ്പ് ഉള്ളതൊക്കെ ഇവിടെ ആവശ്യമില്ല. എനി ഡൗട്ട്? ഇപ്പൊ എന്താ നോക്ക്, ആക്ഷൻ പറയും. ഞാൻ എന്ത് ചെയ്യുന്നത് നോക്ക്. ആക്ഷൻ. അയ്യോ, അമ്മ എന്താ പറഞ്ഞെന്ന് അറിയോ? ഡയലോഗ് അല്ല, ആക്ഷൻ. ഇങ്ങനെ ആക്ഷൻ പറഞ്ഞാ ചെയ്യത്തില്ലെന്നോ? ഇപ്പൊ മനസ്സിലായോ? എന്നെ കൊണ്ട് അടിച്ചും പണിയെടുപ്പിക്കാൻ പറ്റും. അയ്യോ, ഡൗട്ട്, നിങ്ങൾ ആരാ? പേടി കാരണം ഞാനെല്ലാം മറന്നുപോയി. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ഇതാണ് പ്രേതം? ഹൈ. ഇവിടെ നോക്കൂ, ഞാനൊരു ആക്ടർ പ്രേതമാ. എന്റെ അകത്തുള്ള കലാകാരനെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് ഞാൻ ഈ ലോകം വിട്ട് പോവേണ്ടി വന്നു. അതുകൊണ്ടാ ഞാൻ പ്രേതമായത്. നിങ്ങളെ കലാബോധത്തിന് ഇനിയും ചാൻസ് കിട്ടാൻ വഴിയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പ്രൊഡ്യൂസറിന്റെ വീട്ടിലേക്ക് പോയിക്കൂടെ? പിന്നെ വേറെ ആരും വീട്ടിൽ പോവാത്തത് എന്താ? ഞാൻ എപ്പോഴും ഞാനാ ജോണി. ഇതുവരെ ആരും എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും ആരുടെയും വീട്ടിലേക്ക് ക്ഷണിക്കാതെ പോവാറില്ല. വാവ്, എത്ര നല്ല ശീലമാ. വിളിക്കാതെ ആരുടെ വീട്ടിലും പോവില്ലത്രേ. അപ്പൊ ഇവിടെ ആരാ നിങ്ങളെ ക്ഷണിച്ചത്? ഈ ഹണിയാണ് ബണ്ണി. ഇവനാണ് പറഞ്ഞത്. ഞങ്ങള് പ്രേതത്തെ പോലെ വീട്ടിൽ താമസിപ്പിക്കും. ഞാൻ ആ മരത്തുമേ ഇരുന്ന് ടയർഡായി. ഇനി തൊട്ട് ഞാൻ ഇവിടെയാ താമസം. ഈ പ്രേതത്തിനെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി മര്യാദയ്ക്ക് ഇതിനെ പുറത്തേക്ക്. എന്താ പറഞ്ഞ പണി? നിനക്ക് എത്ര ധൈര്യം? ഞാൻ വെറും ഗ്യാസ് ആണെന്ന് വിചാരിച്ചോ? വെറും ലെമൺ സോഡ കുടിച്ച് എന്നെ പുറത്തേക്ക് ആക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? ഓ, എനിക്കിപ്പോ ഉറക്കം വരുന്ന സമയമായി. പോയി അതിനുള്ള ഏർപ്പാടൊന്നും ചെയ്യേ. ശരി, പൊയ്ക്കോളൂ, നിങ്ങൾ പൊയ്ക്കോ. നിങ്ങളെ പോലത്തെ നല്ലവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്ക് പോവാനാ? ഞാൻ ഇവിടെ തന്നെ കാണും, ഇവിടെ തന്നെ. അയ്യോ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്റെ കണ്ണു നോക്കിയ സത്യസന്ധത അറിയാം. വായോടച്ചോണ്ട് വാടോ. ബ്രദർ, സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഞാനുണ്ടല്ലോ. എടാ, നീ ജയിലിന്റെ പുറത്താ, ഞാനാണെങ്കി അകത്തും. ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക? തോത്താറാം, ഞാൻ നിന്റെ വക്കീലിനോട് സംസാരിച്ചു. നിന്റെ ജിമ്മിൽ നിന്ന് 5 കോടി കള്ളനോട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല, എന്നിട്ട് എന്തിനാ ഇവരെ പിടിച്ചത്? അത് ശരിക്കുള്ള നോട്ടല്ലല്ലോ. അത് ഹണി, കള്ളനോട്ട് വെച്ചിരിക്കുന്ന തെറ്റാണ്. ഹൈ, കൊച്ചേട്ടാ വാ, വീട്ടിലേക്ക് പോവാം. കള്ളനോട്ട് നമ്മൾ ഒളിപ്പിച്ച് വെക്കണം, ഇല്ലെങ്കിൽ പോലീസ് നമ്മളെയും പിടിച്ചുകൊണ്ട് പോവും. എന്റെ അടുത്തും കള്ളനോട്ടുണ്ടോ? ആ, നമ്മളാ ബിസിനസ് സ്കീം വാങ്ങിയില്ലായിരുന്നോ? അതിന്റെ കൂടെ കള്ളനോട്ടും കിട്ടിയായിരുന്നോ?
ഹണി അതൊരു ഗെയിമാ. മനസ്സിലായി, ഇതും ഒരു ഗെയിം തന്നെയാ. ആ ഡ്യൂപ്ലിക്കേറ്റ് നന്ദുന്റെ ഗെയിം. ഡ്യൂപ്ലിക്കേറ്റ് നന്തുവോ? അയ്യോ ഞണ്ടല്ല, ഡ്യൂപ്ലിക്കേറ്റ് നന്ദു, കള്ളനോട്ട് അടിക്കുന്നവൻ. ആദ്യം ഞാൻ അവന്റെ അടുത്താ ജോലി ചെയ്തോണ്ടിരുന്ന, പിന്നെ വൈറ്റ് കളറായി പോലീസിന് കൈക്കൂലി കൊടുത്തു. കള്ളനോട്ടിന് നല്ല നോട്ട് നമ്മളെ കൊടുക്കാൻ പാടില്ലെന്നാണോ? ഭൂപത്, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യോ? ആ പറയുന്നേ. ഞാനൊരു നിരപരാധിയാന്ന് സ്വീറ്റിയോട് പറയോ? സ്വീറ്റിന്റെ അടുത്ത് എന്തിനു പറയണം? ഈ ലോകത്തിൽ ഇത് പറയാൻ സ്വീറ്റ് മാത്രമേ ഉള്ളൂ. വേറെ ആരടുത്തെങ്കിലും പറ. അയ്യോ സ്വീറ്റി ന്യൂസിൽ പറയും ഞാനൊരു നിരപരാധിയാന്ന്, എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇതിനു വേണ്ടിയാ പറഞ്ഞേ. നത്തിങ് പേഴ്സണൽ ബ്രോ. നീ റിലീസ് ആവുമല്ലോ, അപ്പൊ തീർച്ചയായും എല്ലാവരും പറയും. എനി ഡൗട്ട്? വരൂ പോകാം. ഇൻസ്പെക്ടർ പാണ്ഡെയോട് സംസാരിച്ച് നമുക്കൊരു പ്ലാൻ ചെയ്യണ്ടേ? ഡ്യൂപ്ലിക്കേറ്റ് നന്ദു. എന്റെ കള്ളനോട്ടിന്റെ കളിയില് നീയും പെട്ടൂല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് നന്ദു. നിർത്തോ, ഞങ്ങളുടെ ജയിലിൽ അടിയോ? ഇതെന്റെ മുത്തശ്ശൻ മുഗളന്റെ ജയിലാ, മനസ്സിലായോ? ആരാ പീക്കിരി പുള്ളാരി സാർ? അതെ, നീ ഒരു വലിയ കള്ളനൊന്നും അല്ല, നീ ഒരു ബൈവാണും അല്ല, പിന്നെ മയിൽ വാഹനവും അല്ല. അപ്പൊ ഞാൻ ആരാ? സാധാരണ ഒരു കിളി. മിണ്ടാതെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബാർബിക്യൂ ആക്കും, മനസ്സിലായോ? മുത്തശ്ശൻ മുഗളറിന്റെ ജയിലിൽ ഞാനാ ജയിലറ്. അതുകൊണ്ട് ഇവിടെ ആരും തമ്മിൽ അടികൂടരുത്. ആ കിളിക്ക് ചീത്ത സമയം വരുമ്പോ ഈ പൂച്ച എടുത്ത് മത്സരിക്കാൻ വരെ. എനി ഡൗട്ട്? നീ വായടക്കടാ ചിങ്ചാ. നന്ദു, ഡ്യൂപ്ലിക്കേറ്റ് നന്ദു. മതി നിർത്ത്. ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരെ ഒരുപാട് പേരെ ഞാൻ കണ്ടതാ. ബ്രോ, ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് നന്ദു, വലിയ ഗാങ്സ്റ്ററാ. നീ എന്താ പറയുന്നേ? നിങ്ങളാണോ ഡ്യൂപ്ലിക്കേറ്റ് നന്ദു? അതെ, ഡ്യൂപ്ലിക്കേറ്റ് നന്ദു. നിങ്ങൾക്ക് മുറുക്കുവാണോ? നിങ്ങളൊക്കെ എങ്ങനെയാ, തോത്താറാമിന്റെ പഴയ ശത്രുക്കളാണോ? അതെ, നിങ്ങളെ പോലെ ഞങ്ങൾക്കും അവൻ ശത്രുവാണ്. തോത്താറാമിന്റെ ശരിക്കുള്ള അവസ്ഥ നിങ്ങൾ ഇന്ന് രാത്രി കാണും. പക്ഷെ രാത്രിയിൽ ഇരുട്ടായിരിക്കില്ലേ ബ്രോ? എങ്ങനെയാ കാണുന്നത്? എന്റെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങ്. എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കരുത്, ഞാൻ വേറെ എവിടെ പോകും? എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷെ ഇനി ഈ വീട്ടിനകത്ത് നിനക്ക് സ്ഥാനമില്ല. ഇദ്ദേഹം ഒരു മെലിഞ്ഞ ആളല്ലേ, വലിയ സ്ഥലമൊന്നും ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വീട്ടില് കുറച്ച് സ്ഥലം പോലും ബാക്കിയില്ലേ? ഇവനൊന്നിനും പ്രയോജനമില്ല, ഇവനൊരു വിഡ്ഢിയാണ്. ഞാനും ഒരു വീട്ടിലാണ്, പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് എന്നെ ആരും പുറത്താക്കില്ല. എല്ലാവരും എപ്പോഴും ഒന്നായിട്ടിരിക്കണം, സുഹൃത്തുക്കളായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞങ്ങൾക്ക് അറിയാത്തവരെ പോലും ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ബഹുമാനിക്കാറുണ്ട്. ഓൾറെഡി ഒരുപാട് പേര് വീടില്ലാതെ കഷ്ടപ്പെടുന്നു, അപ്പൊ നിങ്ങൾ ഇവരെ പുറത്താക്കുന്നോ? ഇദ്ദേഹം എവിടെ തങ്ങും? മരത്തിന്റെ മേലെയോ? മരത്തിന്റെ മേലെയൊക്കെ ആർക്കെങ്കിലും തങ്ങാൻ പറ്റുമോ? ചേട്ടാ, സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ചേട്ടാ, എന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കണം പ്ലീസ്. നീ ഇവിടെ വേണ്ട, ഒരു പണിയും നീ എടുക്കാറില്ല. ദിവസം മുഴുവനും പ്രേതത്തെ പോലെയാ കറങ്ങി നടക്കുന്നത്. അദ്ദേഹത്തെക്കാൾ എന്റെ ചേട്ടൻ നല്ലവരാണ്. ഞാൻ പ്രേതമാണെങ്കിൽ പോലും അദ്ദേഹം എന്നെ വീട്ടിൽ താമസിപ്പിക്കും. നിങ്ങളൊക്കെ എന്ത് ചേട്ടനാ? നീ എത്രയാ കഴിക്കുന്നേ? നിന്റെ വായിക്കത്ത് ഒരു വലിയ പലവചന കട തന്നെ ഉണ്ട്. എനി ഡൗട്ട്? ഹേയ് ബണ്ണി, ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആരാ എന്നെ ഫോളോ ചെയ്യുന്നത്? അറിയില്ല, കാണാൻ പറ്റുന്നേ ഇല്ല. അതെന്താണ് കാണാൻ പറ്റാത്തത്? നിന്റെ പുറകെ പിശാചാണോ വരുന്നത്? പോപ്പറ്റ്, നീ എന്താ ഇവരെ പോലെ സംസാരിച്ചു തുടങ്ങിയത്? സത്യമാണ് പറഞ്ഞത്, പ്രേതമായിരിക്കും. പ്രേതമാണെങ്കിൽ നമുക്കിവിടെ ഈ വീട്ടിൽ താമസിപ്പിക്കാം. നിന്നെ തന്നെ ഇവിടെ താമസിപ്പിക്കുമ്പോ പ്രേതത്തിനെ താമസിപ്പിക്കാതിരിക്കോ? ഹണി, കെച്ചപ്പ് ദാ. ബാ
ബാക്കിയുള്ള സാധനങ്ങൾ സ്റ്റോർ റൂമിൽ വെച്ചേക്ക്. ആ ഞങ്ങൾ എല്ലാം മുറിയെ പണിയെടുക്കണം. നീ എന്നിട്ട് ഏത് സമയത്ത് തിന്നോണ്ടിരിക്കുക അല്ലേ ഹണി? ഇത്ര ശാന്തമായിരിക്കുന്നത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ നമുക്ക് ഈ പിരമിഡിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെ ഒന്നും പറയില്ല ബണി. ചിലപ്പോ നമ്മുടെ വാക്ക് തന്നെ ഫലിക്കും. ആ സാധനങ്ങളൊക്കെ വളരെ പഴയതാണല്ലോ. എന്താ പുതിയത് വാങ്ങി വെക്കാത്തെ? ഇത് മമ്മിയുടെ ഐഡന്റിറ്റി. ആരുടെ മമ്മിയുടെ? അതെ, ഈ മമ്മി അല്ല, ഈ മമ്മി ഈ പിരമിഡിലുള്ളത്. ഇത് 1000 വർഷങ്ങളായി ഇവിടെ തന്നെ ഉണ്ട്. എനി ഡൗട്ട്? 1000 വർഷമോ? അവർക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന ബോറടിക്കില്ലേ? അത് ശരിയാ. ബോറടിക്കുമ്പോഴേ അതാ പെട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ചുറ്റും കറങ്ങും. പിന്നെ ഏതെങ്കിലും പൂച്ചനെ കണ്ടാലേ ഓടിച്ചിട്ട് കടിക്കും. ഹൈ, രക്ഷിക്കണേ. നമ്മളിവിടെ വരാനേ പാടില്ലായിരുന്നു. നമ്മൾ ഇത്രയും ദൂരം വന്നില്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ. നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കുകയാണെങ്കിലോ? അങ്ങനെയൊന്നും പറയല്ലേ. ഒരു പക്ഷേ നീ പറഞ്ഞത് സത്യമായി മാറിയെങ്കിലോ? കണ്ടോ, നീ പറഞ്ഞത് ഫലിച്ചു. ഹബീബി, ഇത് ഞങ്ങളുടെ പാരമ്പര്യ മ്യൂസിയമാണ്. എണ്ണ വിറ്റ്. നിങ്ങൾ എണ്ണ വിറ്റിട്ടാണോ ഈ മ്യൂസിയം ഉണ്ടാക്കിയത്? ഇല്ല, ഞാൻ ഈത്തപ്പഴം വിൽക്കും. എണ്ണ വിറ്റ്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ കാശുകാരനായത്. എണ്ണ പോരാഞ്ഞിട്ട് ഈത്തപ്പഴം വരെ വിൽക്കുന്നു. ഓ, അതയാളുടെ വായിന്ന് വരുന്ന വാക്കാണ്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഹബീബി, ഇതെന്റെ അമ്മയാണ്. ഹൈ, മമ്മിയോ? അതെ, മമ്മി അല്ല, അമ്മ. ഇദ്ദേഹത്തിന്റെ അമ്മ. എനി ഡൗട്ട്? അതെ, എനിക്ക് എന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അമ്മ എന്നോട് ഗജനാവിന്റെ അഡ്രസ് പറയാതെ പോയി. ഗജനാവോ? അതെ, ഞങ്ങളെ പാരമ്പര്യ ഗജനാവ്. ഞാൻ സുൽത്താനാണ്. എന്റെ അച്ഛനും സുൽത്താനാണ്. ഒരു തവണ ഒട്ടകത്തിലിരുന്ന് മരുഭൂമിയിലേക്ക് പോയി. അതിനുശേഷം ഒട്ടകം മാത്രമേ തിരിച്ചു വന്നോളൂ. പിന്നെ അച്ഛനെ അവിടെ തന്നെ കാണാതായി. ഷേഖ് സാർ, നിങ്ങൾക്ക് ഖജാന കിട്ടും. ഒരു ദിവസം നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് ആ ഖജാനയുടെ അഡ്രസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഖജനാവ്. മണി, ഇനി നീ ഒന്നും മിണ്ടരുത്. നീ എന്തൊക്കെ പറയുന്നു അതൊക്കെ സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങോട്ടേക്കാ ഓടുന്നേ. അവിടെ മമ്മിയുണ്ട്. ഹൈ, പുറത്തേക്കുള്ള വാതിലും അവിടെയാണല്ലോ. ജനൽ വഴി ഓടറാ.